പൊതുവിദ്യാഭ്യാസ വകുപ്പും SC/ST വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന വിദ്യാവാഹിനി പദ്ധതി വീണ്ടും താളം തെറ്റി. കാസർഗോഡ് വെള്ളരിക്കുണ്ട് മാലോത്ത് കസബ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതി മുടങ്ങി. 50ലധികം വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ കഴിഞ്ഞില്ല. കുട്ടികളെ സ്കൂളിൽ എത്തിക്കുമെന്ന വാഹന ഉടമകൾ വാടക വർധനവ് ആവശ്യപ്പെട്ട് ഓട്ടം നിർത്തി. വിവരങ്ങളുമായി അവിടെ നിന്നും രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, 50ലധികം വിദ്യാർത്ഥികളുടെ പഠനത്തെയാണ് ഇത് നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? സോന, അതുതന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇന്ന് 50 കുട്ടികളുടെ കുറവാണ് ഉണ്ടായത്. പക്ഷേ ഈ സ്കൂളിൽ തന്നെ 50%-ലധികം കുട്ടികൾ ഒരുപക്ഷെ ഗോത്രവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാവാം ഈ വെള്ളലിലെ മാലോത്ത് ഹയർ സെക്കൻഡറി സ്കൂള്. എന്തായാലും ഇന്ന് 50 കുട്ടികൾ മാത്രമാണ് വരാൻ കുറവുള്ളത്. പക്ഷേ അത് മറ്റ് സംവിധാനങ്ങളിലൊക്കെ ആണ് മറ്റു കുട്ടികൾ ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ നേരത്തെ ഈ വാഹന ട്രിപ്പുമായി പോകുന്ന വാഹന ഉടമകൾ പറഞ്ഞത് നാമമാത്രമായ തുക വർധന പോലും തരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ട്രൈബൽ വകുപ്പിലും സ്കൂൾ അധികൃതരൊക്കെ അറിയിച്ചെങ്കിലും അത്തരത്തിലൊരു അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചർച്ച പോലും ഉണ്ടായില്ല. അത്തരമൊരു ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു ഉത്തരവാദിത്തക്കുറവ് ട്രൈബൽ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയം വരും ദിവസങ്ങളിൽ എങ്ങനെ പരിഹരിക്കുന്ന പോലും യാതൊരു നിർദ്ദേശങ്ങൾ പോലും അവരുടെ ഭാഗത്തുനിന്നില്ല. ഇപ്പോൾ നമ്മളൊപ്പം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സുമിത്തുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ? നമസ്കാരം. ഞാൻ ഇവിടെ 17 വർഷമായിട്ട് ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയുണ്ട്. സൈൻ എന്നാണ് പേര്. അതിൻ്റെ ഡയറക്ടറുള്ള വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ സ്കൂളിൽ എത്താനായിട്ട് സാധിക്കുന്നില്ല. പ്രധാനമായിട്ടും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ തന്നെയാണ്. ഇപ്പം മഴ തുടങ്ങി, യാത്ര ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ദൂരമുള്ള സ്ഥലങ്ങളിലാണുള്ളത്. പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് ആ പ്രദേശങ്ങളിൽ ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഗോത്രവാഹിനി ഗോത്രസാരഥി പദ്ധതികളുള്ള സമയത്ത് നമ്മൾ ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടാണ് ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ 50%-ലധികം കുട്ടികളുള്ള ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ പഠിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ അടക്കം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ട്രൈബൽ കുട്ടികളുടെ പേരിലാണ് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. എന്നിട്ട് പോലും കുട്ടികളോട് ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നിരുത്തരവാദപരമായുള്ള രീതിയിലാണ് പെരുമാറുന്നതും ഇടപെടുന്നതും. പ്രത്യേകിച്ച് ഇതിൻ്റെ കൊട്ടേഷൻ, ഇത് എല്ലാ വർഷവും ജൂൺ മാസം 1-ാം തീയതി സ്കൂൾ തുറക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം ഇത് അറിയുന്നില്ല. പ്രത്യേകമായിട്ട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് ഇവിടെ ചാർജുള്ള ബാബു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒരു തരത്തിലും ഇവിടുത്തെ ഈ പറഞ്ഞിട്ടുള്ള കുട്ടികളുടെ കാര്യങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യുന്നില്ല. വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ട്രൈബേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ച സമയത്ത് ഞാൻ ഈ വിദ്യാവാഹിനി പദ്ധതി വീണ്ടും താളം തെറ്റിയതോടെ 50ലധികം വിദ്യാർത്ഥികൾക്കാണ് സ്കൂളിലെത്താൻ കഴിയാഞ്ഞത്. രതീഷ് വാസുദേവനാണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.